ഈ പൊതുദർശനം ഏതാണ്ട് പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുവരും. അർജുനു വേണ്ടി അർജുൻ്റെ അന്ത്യവിശ്രമത്തിന് വേണ്ടി ചിതയൊരുക്കുന്നത് വീടിനോട് ചേർന്നുള്ള അർജുൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന, അർജുൻ്റെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രമായിരുന്ന അർജുൻ്റെ കുടുംബം നിൽക്കുന്ന ഈ വീടിനോട് ചേർന്നുള്ള ഇടത്താണ് അർജുന് വേണ്ടിയുള്ള അന്ത്യവിശ്രമത്തിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയാണ് ചിതയൊരുക്കുന്നത്. ഐവർ മഠത്തിൽ നിന്നുള്ളവർ എത്തി ചിത ഒരുക്കിയിരിക്കുന്നു. ഹൈന്ദവാചാരപ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുക അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന കുടുംബാംഗങ്ങൾ നൽകുന്ന വിവരം. നേരത്തെ 11 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഈ വലിയ ജനാവലി വന്നെത്തുകയും അവരോരോരുത്തർക്കും അർജുനെ കണ്ട് പ്രണാമമർപ്പിക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുന്നതിനും വേണ്ടി 1 മണിക്കൂർ കൂടി വൈകിയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു കരച്ചിൽ വേണു കേൾക്കുന്നുണ്ടാകും. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ, അത് അർജുൻ്റെ 2 വയസ്സുള്ള മകൻ അയാൻ്റെ കരച്ചിലാണ്. ഈ കുടുംബാംഗങ്ങൾ ഒന്നാകെ ഇത് എങ്ങനെ സ്വീകരിക്കും എന്ന് അത് താങ്ങാവുന്നതിനും വലിയ ദുഃഖമായി അത് മാറിയിരിക്കുന്നു എന്നതാണ്. വേണു, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മൃതശരീരം ഈ ചിതയിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുക. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ വേണു. ഐവർ മഠത്തിൽ നിന്നുള്ളവരെത്തിയാണ് ഹൈന്ദവാചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. പൊതുദർശനം പൂർത്തിയായി അർജുൻ്റെ ചേതനയേറ്റ ശരീരം ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. അർജുന് ഏറ്റവും പ്രിയപ്പെട്ട വീടിനോട് ചേർന്നുള്ള ഇടത്താണ് അർജുന് വേണ്ടിയുള്ള അന്ത്യവിശ്രമത്തിനായി ചിതയൊരുക്കിയിരിക്കുന്നത്. ഈ കുടുംബാംഗങ്ങൾക്ക് അവരുടെ അർജുൻ്റെ അച്ഛൻ കിടക്കുന്ന മുറിയുടെ ജനവാതിലിന് ചേർന്നാണ് ഈ സ്ഥലം ഉള്ളത്. അവിടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമൊക്കെ അവിടെ നിന്ന് പ്രണാമം അർപ്പിക്കുകയാണ്. കണ്ണാടിക്കൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അർജുൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. 12 മണിയോടെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക എന്നാണ് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നത്. 11 മണിക്കാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അന്ത്യോപചാരം അർപ്പിക്കാൻ ഒരുപാട് നാട്ടുകാരാണ് അവിടെ തടിച്ചുകൂടിയത്. അവർക്കൊക്കെ അർജുനെ ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് സംസ്കാര ചടങ്ങുകൾ നീട്ടിവെച്ചത്. ഇപ്പോൾ പന്തലിൽ പൊതുദർശനത്തിന് വെച്ചിരുന്ന മൃതദേഹം വീടിന് സമീപത്ത് ചിതയൊരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ അർജുൻ്റെ സഹോദരൻ അഭിജിത്തിനെയും കാണാം. അഭിജിത്താണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുക. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട്. ഹാഷ്മി, വിവരങ്ങൾ. വേണു, ഏറ്റവും അധികം സങ്കടകരമായ, ഏറ്റവും അധികം വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് കണ്ണാടിക്കൽ ഗ്രാമം. ഗ്രാമം മാത്രമല്ല, കേരളം. അതാ ഇവിടെ 72 നാളുകളിൽ ഗംഗാവലി പുഴയുടെ ആഴങ്ങൾ ഒളിപ്പിച്ച അർജുൻ 80ഓളം ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ അത് ചേതനേറ്റ മൃതദേഹമായാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അതിനുശേഷം പൊതുദർശനമുണ്ടായി. പൊതുദർശനം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരായ പാവങ്ങൾ ഒക്കെ ഒരു പൊതുദർശനം എന്ന വാക്ക് പോലും അങ്ങനെ കേൾക്കാറില്ല. വേണു, ഇത് ആയിരക്കണക്കിനായ മനുഷ്യർ അർജുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തി. അല്പസമയം മുമ്പൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ അങ്ങേയറ്റത്തെ വേദന നിറഞ്ഞ, സങ്കടം നിറഞ്ഞ കാഴ്ചകളാണ്. അതിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയത് അർജുൻ്റെ ഭാര്യ ആ മൃതദേഹ പേടകത്തോട് ചേർന്ന് കൈകൾ വെച്ചുകൊണ്ടിരുന്ന കാഴ്ച. അത് വലിയ അത് വിതുമ്പി പോകാതെ, കണ്ണു നിറഞ്ഞു പോകാതെ, അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങാതെ ആർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. അതാ മകൻ, അർജുൻ്റെ പൊന്നോമന പുത്രൻ, അർജുൻ്റെ മകൻ. ഇതിനു വേണ്ടിയുള്ള ഒരു കളിപ്പാട്ടം എപ്പോഴും അർജുൻ വാഹനത്തിൽ സൂക്ഷിക്കാറുണ്ട്. അയാന് അച്ഛൻ മരിച്ചോ എന്നൊക്കെ ബോധ്യപ്പെടാനുള്ള പ്രായമായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അവൻ സങ്കടചിത്രമാണ്. അവനോട് ഓടി നടക്കുന്നുണ്ടായിരുന്നു. വലിയ കരച്ചിലൊക്കെ ഉണ്ട്. പക്ഷെ ആ കരച്ചിൽ അങ്ങനെയുള്ള കരച്ചിലാണോ എന്നറിയില്ല. വേണു, എന്തായാലും അത് വേദനയാണ്, സങ്കടമാണ്. അർജുൻ്റെ സഹോദരനാണ്, അർജുൻ്റെ അനിയൻ അഭിജിത്താണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. നമ്മൾ അവിടെ ശിരൂരിൽ നിൽക്കുമ്പോൾ മനാഫിനൊപ്പം അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പയൊക്കെ അവിടെ ഉള്ളപ്പോൾ അർജുൻ്റെ അനിയൻ അഭിജിത്തും ഈ ദിവസങ്ങളൊക്കെ അവിടെയുണ്ട്. അവൻ ഒരു പയ്യനാണ്. അപ്പോൾ നമ്മളോടൊക്കെ വന്ന് ചോദിക്കും, നമ്മളെ കാണും ബോഡി വന്ന് ചോദിക്കും, ചേട്ടാ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കും. ആ ചോദ്യം കേൾക്കുമ്പോൾ ഉള്ള വേദനയൊക്കെ ഇപ്പോൾ ഓർത്തു പോകുന്നു വേണു. ഇപ്പോൾ അവിടെ ചിതയിൽ അവസാനഘട്ട കർമ്മങ്ങൾ തുടങ്ങാൻ പോകുന്നു. 72 നാളുകൾ നീണ്ട, ഒരുപക്ഷെ മരണത്തോട് പൊരുതുക എന്ന് പറയാറുണ്ടല്ലോ വേണു. ഇത് ഒരുപക്ഷെ കാലാകാലത്തേക്ക് അജ്ഞാതമാക്കാൻ, അദൃശ്യമാക്കാൻ കെൽപ്പുള്ള ഗംഗാവലിക്ക് താഴെ മരണത്തിന് ശേഷം അങ്ങനെ അദൃശ്യമാവാതിരിക്കാനുള്ള പൊരുതലായിരുന്നു അർജുൻ എന്ന് പറഞ്ഞാൽ പോലും അത് അധികമാവില്ല. കാര്യം ആ ഗംഗാവലി അത്രത്തോളം ആഴമുള്ള, അത്രത്തോളം ഒഴുക്കുള്ള, അഴിമുഖത്തോട് ചേർന്ന പുഴയാണ്. അതിനുള്ളിൽ അതിൻ്റെ
ആഴങ്ങൾ ഈ ദിവസങ്ങൾ അത്രയും ഉണ്ടായിരുന്നു അർജുൻ. നമ്മൾ തിരിഞ്ഞ് ഇപ്പോൾ കണ്ണാടിക്കലിലെ വീട്ടിൽ അന്തിമോപചാരം അന്തിമ കർമ്മങ്ങൾ നടക്കുന്നു. മകൻ വേദനയാകുന്നു, അർജുൻ്റെ ഭാര്യ കേരളത്തിന് സങ്കടമാകുന്നു, അർജുൻ്റെ വീട്, അർജുൻ്റെ അച്ഛൻ, അർജുൻ്റെ അമ്മ, അർജുൻ അവൻ്റെ പ്രാരാബ്ധപ്പാടിൽ പരിമണി കൂട്ടുന്ന പോലെ കൂട്ടി വെച്ച് അവൻ കെട്ടിപ്പൊക്കിയ വീട്, ഈ യാത്രയ്ക്ക് ശേഷം വന്ന് പെയിൻ്റ് അടിക്കാനിരുന്ന വീടാണ്. ആ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ചിതയൊരുങ്ങുന്നത്. വിധിയുടെ ഓരോരോ രീതികളാണ് വേണു. കേരളം ഒന്നാകെ, ഇത് കണ്ണാടിക്കൽ ഗ്രാമമല്ല, കോഴിക്കോടല്ല, കേരളം ഒന്നാകെ പറയുകയാണ് അർജുനെ പ്രിയപ്പെട്ടവനെ, ഭാരങ്ങളില്ലാതെ നീ സമാധാനമായി യാത്രയാകൂ എന്ന് പറയുകയാണ്. അർജുനെ പ്രിയപ്പെട്ടവനെ, നീ ഷിരൂരിൽ അനുഭവിച്ച ദുരന്തം ഞങ്ങളുടെ ഒന്നാകെ ദുരന്തമായി മാറിയല്ലോ എന്ന് പറയുകയാണ്. അർജുനെ പ്രിയപ്പെട്ടവനെ, ഇതുവരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നീ ഞങ്ങൾക്ക് 72 നാളിൽ ആരൊക്കെയോ ആയല്ലോ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവനെ കൂട്ടുകാര, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെ ചേട്ടാ, പ്രണാമങ്ങൾ, ഹൃദയാദരങ്ങൾ എന്ന് പറയുകയാണ് കേരളം ഒന്നാകെ. അങ്ങനെ 72 ദിവസങ്ങളിൽ അർജുൻ കേരളത്തിൻ്റെ ഓരോരോ വീട്ടകങ്ങളിലും ആരൊക്കെയോ ആയിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ മുതലുള്ള നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം വേണു, ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തകർന്ന് അവരവരുടെ ദൈവങ്ങളോട് തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടു. അത് കമൻറ്റ് ബോക്സിൽ കണ്ട പ്രാർത്ഥനയുടെ എത്രയോ 10 മടങ്ങ് ഇരട്ടിയാകും ഓരോരോ വീട്ടകങ്ങളിലെ അർജുൻ്റെ. ശരി, ഹാഷ്മിയിലേക്ക് വരാം. അപ്പോൾ ഗോപികൃഷ്ണൻ ചേരുകയാണ്. അവിടെ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. ഗോപി, നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. വേണു, അർജുൻ്റെ മൃതശരീരം ഇന്ത്യ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചിതയിലേക്ക് ആ മൃതശരീരം എടുത്തിരിക്കുന്നു. ഇവിടെ ഈ വലിയ ജനാവലിയെ, നാട്ടുകാർ അടക്കമുള്ള ഈ വലിയ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അർജുൻ്റെ മടക്കം. അന്ത്യവിശ്രമം കൊള്ളുന്നത് അർജുൻ ഏറ്റവും പ്രിയപ്പെട്ട വീടിന് തൊട്ടരികെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒക്കെ നേരത്തെ തന്നെ ആയിരുന്നു. ഇപ്പോൾ മൃതശരീരം ചിതയിലേക്ക് എടുത്തിരിക്കുന്നു. ഐവർ മഠത്തിൽ നിന്ന് എത്തിയവർ ആചാരപ്രകാരമാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. അർജുൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുക അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നത്. നമുക്കറിയാം, ഈ കുടുംബത്തിന് ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പറയാനാകുന്നത് അർജുനെ കുറിച്ച് 72 നാൾ ഒരു വിവരവും കിട്ടാതിരുന്നപ്പോൾ അവർ അനുഭവിച്ച വേദന, അത് ഇപ്പോൾ ആ വേദന മറ്റൊരർത്ഥത്തിൽ അത് ശമിച്ചിരിക്കുന്നു. കാരണം എന്ത് സംഭവിച്ചു അർജുനന് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയും ഒരു ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയിരുന്ന ആ വേദന അത് ഇപ്പോൾ തീർന്നു. അതിനവസാനം ഇപ്പോൾ അവർ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണ്. അർജുൻ ഇനി ആ കുടുംബത്തിനൊപ്പമില്ല, ഈ നാടിനൊപ്പമില്ല. അർജുനൻ്റെ അന്ത്യയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഇപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ തന്നെ അവരനുഭവിച്ചിരുന്ന വേദന ഈ ശേഷക്രിയക്കെങ്കിലും അർജുൻ്റെ മൃതശരീരം കിട്ടുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു. ഏതായാലും ആ നിലയ്ക്ക് ഒരു ആശ്വാസം കുടുംബത്തിനുണ്ട്. കാരണം എന്ത് സംഭവിച്ചു അർജുൻ എന്ന് അറിയാതിരുന്ന ഒരു സമയത്തെ ആശങ്കയേക്കാൾ എത്രയോ ആശ്വാസകരമാണ് ഇപ്പോൾ അവർക്ക് അതിനകത്തൊരു ഉത്തരം കിട്ടി എന്നുള്ളത്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇതൊരു തീരാവേദനയാണ്, ഒരു തീരാ ദുഃഖമാണ്. നാട്ടുകാർ അവരുടെ ഓർമ്മകളിൽ എന്നും അവരുടെ ഓർമ്മകളിൽ അവർക്ക് പല രൂപത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾ, അർജുൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ അവരുടെ ഓർമ്മകളിലുണ്ട്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ എല്ലാമായിരുന്ന ഒരു അംഗത്തെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ വേദന എന്നത് അവരെ സംബന്ധിച്ച് ഒരിക്കലും തീരാത്ത ഒരു വേദനയായി മാറുന്നു. അച്ഛനും അമ്മയ്ക്കും അവരുടെ മകൻ നഷ്ടപ്പെട്ടതിൽ, സഹോദരിമാർക്കും സഹോദരനും അവരുടെ സഹോദരനെ നഷ്ടപ്പെട്ടതിൽ, ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതിൽ, 2 വയസ്സുകാരനായ അയാന് അവൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ നഷ്ടപ്പെട്ടതിൽ, അങ്ങനെ ഒരിക്കലും പകരം വെക്കാനാകാത്ത ഒരു തീരാ നഷ്ടം ഈ കുടുംബം ഇപ്പോൾ അനുഭവിക്കുകയാണ്. അന്ത്യയാത്ര തുടങ്ങുകയാണ് അർജുൻ്റെ. ഇനി മടങ്ങി വരവില്ല അർജുന്. ആ നാട്ടുകാരുടെയും അതോടൊപ്പം കുടുംബാംഗങ്ങളുടെയും ഒക്കെ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങിയാണ് 30ാമത്തെ വയസ്സിൽ അർജുൻ്റെ മടക്കം. കാലയവനികയ്ക്കുള്ളിൽ അർജുൻ മറയുന്നു. അതോടൊപ്പം തന്നെ ഇനി നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും